പണ്ട് ഞാൻ കള്ളു കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മണം പിടിച്ച് വരും ഞാൻ അടിച്ചോണ്ടിരിക്കുമ്പോൾ അന്നിങ്ങനെ കൊതി ഊർന്നിക്കും. കൊതി കിട്ടാതിരിക്കാൻ ഒരു ശകലം ഒഴിച്ചു കൊടുത്താൽ പറയും ഇല്ലടാ വായിക്കാത്ത സ്മെല്ലടിച്ചാലേ അവള് പിടിക്കുമെന്ന്. എന്നിട്ട് ഈ മാന്യൻ അപ്പുറത്തുനിന്ന് ഒരു തേക്കിന്റെ ഇല പറിച്ച് കുമ്പിളും കുത്തിയതേണ്ടി ഇങ്ങനെ നിൽക്കും. ഇതുപോലത്തെ സാധനങ്ങൾ പരിപാടിയിൽ അടിക്കുന്നത് കൊണ്ടായിരിക്കാം താങ്കൾ ഇപ്പോഴും വീട്ടിലിരിക്കുന്നത്. അതെ, കെമിസ്ട്രി പരീക്ഷയ്ക്ക് ഇവൻ കടലിൽ ഉപ്പ് കൂടാൻ കാരണം എന്താ ചോദിച്ചപ്പോ ആൻസർ എഴുതി വെച്ചത് എന്താന്നും കൂടി ചോദിക്കും. എന്ത് മോങ്ങിയാണ് എഴുതി വെച്ചേ? ബോട്ട് പോന്നൊരു മൂത്രം ഒഴിച്ചോണ്ട് അന്നേരം എല്ലാവർക്കും ഒരു വർഷം സാരി എടുക്കുന്നത്. അയ്യോ, എന്നാലല്ലേ ഞങ്ങളുടെ യൂണിറ്റ്, ഞങ്ങളുടെ ഒരുമ, ഞങ്ങളുടെ സ്നേഹം അല്ലേ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. അത് യൂണിറ്റ് സ്നേഹം കൊണ്ടൊന്നുമല്ല. പലരും പല തുണി ഇട്ടുകൊണ്ട് വന്നാൽ ഏറ്റവും നല്ല ആളെ നോക്കി കുശുമ്പ് കുത്തും. ഇതാകുമ്പോ എല്ലാവർക്കും ഒരു തുണിയാകുമ്പോ പരസ്പരം കുശുമ്പടിക്കാൻ പറ്റത്തില്ല. ആ 4 പേരുടെ ഫ്ലെക്സ് ഇരിക്കുന്നുണ്ടല്ലേ, അവരുടെ പ്രോഗ്രാം എങ്ങനെയാണ്? അവര് 4 പേര് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് കലാഭവൻ പ്രചോദനാണെങ്കിൽ മെഗാ ഷോ ആണ് സാർ ചെയ്യുന്നത്. കൊടുത്താ പറമ്പ് കൈ എടുക്കോ? ഇംഗ്ലീഷ് ഒരു ABCD ഇവൻ അറിയോ? ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? ഇംഗ്ലീഷ് നിങ്ങളെല്ലാം പലതൊക്കെ മറന്ന്, പക്ഷെ ലാലൂട്ടൻ അങ്ങനൊന്നും മറക്കൂല. അവരിവിടെ വന്ന് നമ്മുടെ പൂർവികന്മാരോട് കാണിച്ചതൊക്കെ എത്ര പെട്ടെന്ന് മറന്ന്. പിന്നെ എവിടെ നടിക്കും? ചേച്ചി എങ്ങനെ വന്നാലോ? പെണ്ണുങ്ങൾ തുണിയിറക്കാൻ പോയല്ലയോ? വന്നാലായി വന്നില്ലായി ആ കള വരെ തിരിച്ചിട്ടിട്ട് കടക്കാരന്റെ തുണി വരെ പറിച്ചു നോക്കും. കൊള്ളാമോ? വിശ്വസിച്ച് കൊടുക്കല്ലേ? പിന്നെ അതായത് പുള്ളിക്കാരൻ 2 സ്കിറ്റൊക്കെ നോക്കും. പറമ്പേറ്റെടുത്തോ ഇല്ലേ? പറമ്പേറ്റെടുത്തില്ലെങ്കിൽ 3ാമത്തെ സ്കിറ്റിന് മുമ്പ് പുള്ളിക്കാരന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.